എബ്രഹാം ലിങ്കനെ കൊന്ന പോലെ ജോൺ എഫ് കെന്നഡിയെ ഇല്ലാതാക്കിയ പോലെ എന്തുകൊണ്ട് അമേരിക്കക്ക് ഡൊണാൾഡ് ട്രംപിനെ കൊല്ലാൻ പറ്റുന്നില്ല? അമേരിക്ക ഒരുപക്ഷെ ഡൊണാൾഡ് ട്രംപിനെ കൊന്നേക്കും കൊന്നേക്കും എന്നാണ് ഞാൻ കരുതുന്നത്. ഭയപ്പെടുകയല്ലേ, അതങ്ങനെ സംഭവിക്കാൻ സാധ്യതയുണ്ട് എന്നാണ് ഞാൻ കരുതുന്നത്. ഇപ്പോൾ ഇന്നലെ വന്ന വാർത്ത എന്ന് പറയുന്നത് VIP മാത്രം പങ്കെടുത്ത വലിയ ഒരു പാർട്ടിയിൽ അദ്ദേഹത്തിന് നേരെ ഒരാൾ വെടിവെച്ചു എന്നുള്ളതാണ്. അദ്ദേഹത്തിന് വെടികൊണ്ടില്ല എന്നുള്ളത് ശരിയാണ്. ഏതോ സുരക്ഷാ ഭടൻ്റെ ശരീരത്തിലെവിടെയോ അത് ചെറിയ രീതിയിൽ പോറലുണ്ടാക്കി കടന്നുപോയി എന്ന് മാത്രം. പക്ഷേ ആളുകൾ അത്ഭുതപ്പെട്ടതും ഞെട്ടിയത് എങ്ങനെ ഇത്രമാത്രം VIP പങ്കെടുത്ത ഒരു മീറ്റിങ്ങിൽ അക്രമിയായ ഒരാൾക്ക് തോക്കുമായി കടന്നു വരാനായിട്ട് കഴിയും. തോക്കിന് ലൈസൻസുള്ള തോക്കായിരുന്നു. അയാൾ കടന്നു വന്നു, അയാൾ ആക്രമിച്ചു, പക്ഷെ മരിച്ചില്ല. ട്രംപ് ഇതിനു മുമ്പും ആക്രമണത്തിന് വിധേയമായിരുന്നു. തെരഞ്ഞെടുപ്പ് കാലത്ത് അദ്ദേഹത്തിൻ്റെ ചെവി തുളച്ചാണ് വെടിയുണ്ട പോയി. അതെ, 2024. അതെ, എപ്പോൾ വേണമെങ്കിലും ട്രംപ് എബ്രഹാം ലിങ്കനെ പോലെയോ ജോൺ എഫ് കെന്നഡിയെ പോലെ വെടിയേറ്റ് മരിക്കപ്പെടാനുള്ള സാധ്യതയുണ്ട് എന്നാണ് ഞാൻ കരുതുന്നത്. അതിന് പല കാരണങ്ങളുണ്ട്. എബ്രഹാം ലിങ്കണൊക്കെ ലോകത്തിൻ്റെ അഭിമാനമായി മാറിയ വ്യക്തിയായിരുന്നു. അമേരിക്കയുടെ ചരിത്രത്തിൽ അമേരിക്കയ്ക്ക് ശരിക്കും പൊൻതൂവൽ നൽകിയ ഒരു പ്രസിഡൻ്റായിരുന്നു എബ്രഹാം ലിങ്കൺ. അദ്ദേഹത്തെക്കുറിച്ച് നമ്മളുടെ കുട്ടികൾ ഇപ്പോൾ ക്ലാസ് മുറികളിലിരുന്ന് പഠിക്കുന്നത് അതൊരു മഹത്തായിട്ടുള്ള ജീവിതമായിരുന്നു എന്ന നിലക്ക് തന്നെയാണ്. ജോൺ എഫ് കെന്നഡിയെക്കുറിച്ചും അങ്ങനെ തന്നെയാണ് നമ്മൾ വായിക്കുകയും പഠിക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ളത്. ഈ സ്പീഡ് റീഡിംഗ് പ്രോസസ്സിൽ കെന്നഡി ഒരു അത്ഭുതമായിരുന്നു എന്നുള്ളതാണ്. ഇത്ര വേഗത്തിൽ വായിക്കാനായിട്ട് കഴിയും എന്ന് ലോകത്തെ പഠിപ്പിച്ച ഒരാളായിരുന്നു അദ്ദേഹം. മാത്രമല്ല, അസാധ്യമായതൊന്നുമില്ല എന്ന് കരുതിയ ലോകത്തെ ഏറ്റവും മഹാനായിട്ടുള്ള വ്യക്തിയായിരുന്നു ജോൺ എഫ് കെന്നഡി. ട്രംപിലേക്ക് നമ്മൾ എത്തുമ്പോൾ ഉള്ള പ്രശ്നം എന്താണ്? ട്രംപ് അമേരിക്കൻ പ്രസിഡന്റുമാരുടെ കൂട്ടത്തിലെ കോമാളിയായി മാറുകയാണ്. അദ്ദേഹം ഇന്ന് പറയുന്ന കാര്യം നാളെ പറയില്ല, നാളെ പറയുന്ന മറ്റന്നാൾ പറയില്ല, ഇന്ന് ചെയ്യുന്നത് നാളെ ചെയ്യില്ല. അങ്ങനെ ഒരു ക്യാരക്ടർ, ഒരുതരം ഇൻറ്റഗ്രിറ്റിയും കാത്തു സൂക്ഷിക്കാത്തതായി മാറിത്തീരുമ്പോൾ നമുക്ക് നിരാശ തോന്നും. അമേരിക്കയുടെ പ്രസിഡന്റ് ഇതാണ്, അല്ലെങ്കിൽ ഇങ്ങനെ ആയിരിക്കണമോ അമേരിക്കൻ പ്രസിഡന്റ് പ്രവർത്തിക്കേണ്ടത്, പെരുമാറേണ്ടത് എന്ന് നമുക്ക് തോന്നാവുന്ന ഒരു അന്തരീക്ഷമാണ് യഥാർത്ഥത്തിൽ അദ്ദേഹം നിരന്തരമായിട്ട് ഉൽപ്പാദിപ്പിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ഇതിൻ്റെ ഫലമായിട്ട് അദ്ദേഹത്തിന് ശത്രുക്കളെ ഉൽപ്പാദിപ്പിക്കാനുണ്ട്. നമ്മളിങ്ങനെ നിരാശരാകുമ്പോൾ മറ്റ് പലരും നിരാശരാകുകയും അയാളുടെ ശത്രുവായി തീരുകയും ചെയ്യും. അങ്ങനെ ശത്രുതാപരമായിട്ടുള്ള ഒരു മനസ്സ് ട്രംപിന് വേണ്ടി കാത്തുവെച്ച് കൊണ്ടു നടക്കുന്ന ആളുകളിൽ ഒരാളാണ് ഈ കഴിഞ്ഞ ദിവസം അദ്ദേഹത്തെ വെടിവെച്ചത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത് ഒരു തുടർക്കഥയായാൽ പിന്നീട് ഒരു ദിവസം നമ്മൾ കേൾക്കുന്ന വാർത്ത അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വെടിയേറ്റ് മരിച്ചു എന്നുള്ളതായിരിക്കും. അത് കാലത്തിൻ്റെ ഒരു അനിവാര്യതയായിട്ട് ചിലരൊക്കെ ഇപ്പം ആവശ്യപ്പെടുന്നുണ്ട്. ഡൊണാൾഡ് ട്രംപ് കൊല്ലപ്പെടേണ്ടത് കാലത്തിൻ്റെ ഒരു അനിവാര്യതയാണെന്ന്. പ്രത്യേകിച്ചും നമ്മുടെ നാട്ടിലെ കുറേയധികം ഇസ്ലാമിസ്റ്റുകൾ അതിനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്, ട്രംപ് വിരുദ്ധർ അതിനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. അപ്പം ശരിക്കും അതിൽ വാസ്തവമുണ്ടോ? അല്ല, അത് ആർക്കും ആഗ്രഹിക്കാവുന്നതാണ്. ഇസ്ലാമിസ്റ്റുകൾക്ക് അങ്ങനെ ആഗ്രഹിക്കാം. കാരണം എന്ന് വെച്ചാൽ അവരുടെ തീവ്രവാദ സംഘടനകളായ ഹമാസ് അടക്കമുള്ള ആളുകളെ അടിച്ചു പൊളിക്കുന്നതിൽ മുന്നിൽ നിന്ന് ഒരാളാണ് ട്രംപ്. അതുമാത്രമല്ല, ഇറാൻ എന്ന് പറയുന്ന മതരാഷ്ട്രത്തിനകത്തേക്ക് മിസൈലുകൾ അയക്കുകയും തകർക്കുകയും അവരുടെ പരമോന്നത നേതാവായിട്ടുള്ള ഖൊമേനിയൊക്കെ കൊല്ലുകയൊക്കെ ചെയ്തിട്ടുള്ള. അങ്ങനെ ചെയ്ത ഒരാൾക്കെതിരെ അവരുടെ അനുയായികളായിട്ടുള്ള ഏത് ഇസ്ലാമിസ്റ്റിനും എന്തു ചെയ്യുക, പക തോന്നാം. ആ പക ആഗ്രഹപ്രകടനമായിട്ട് വരുന്ന സമയത്താണ് അവർ പ്രഖ്യാപിക്കുന്നത് ട്രംപിനെ വെടിവെച്ച് കൊല്ലും. ഇത് സാധ്യമായൊരു കാര്യമാണ്. സാധ്യമായ കാര്യം എന്ന് പറഞ്ഞാൽ മതം ഭ്രാന്തമായിട്ടുള്ള രീതിയിൽ മനുഷ്യനെ പ്രവർത്തിക്കുന്ന സമയത്ത് അവൻ മതഭ്രാന്തനായിത്തീരും. ആ മതഭ്രാന്തൻ്റെ പ്രവൃത്തികളെ ആർക്കും നിയന്ത്രിക്കാൻ കഴിയില്ല, നിശ്ചയിക്കാൻ കഴിയില്ല. എന്താണ് അവൻ ചെയ്യുന്നതെന്ന് ആർക്കും തിരിച്ചറിയാൻ പോലും കഴിയുകയില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അങ്ങനെ വരുമ്പോൾ ഈ അടുത്ത കാലത്ത് നടന്ന സംഭവമാണ് അത് തീർച്ചയായിട്ടും ട്രംപിനെതിരെ ശക്തമായിട്ടുള്ള തീവ്രവാദ സ്വഭാവമുള്ള ഇസ്ലാമിസ്റ്റുകൾ നടത്താൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് ട്രംപിനെ കൊല്ലുക എന്നുള്ളത്. ക്രിസ്ത്യൻ വിരോധികളാണ് തന്നെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നത് എന്നാണ് ട്രംപ് ഇപ്പോൾ കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ ഷൂട്ടിങ്ങിനെ ക്രിസ്ത്യാനികൾക്കെതിരെയുള്ള ഒരു ആക്രമണമായിട്ടാണ് ട്രംപ് വിലയിരുത്തുന്നത്. ശരിയായിരിക്കാം.
കാരണം എന്ന് വെച്ചാൽ നമ്മൾ ലോകത്തെ കാണുന്നത് നമ്മളിലൂടെയാണ്. അപ്പം നമ്മളുടെ അഭിപ്രായം എന്ന് പറയുന്നത് നമ്മളുമായി ബന്ധപ്പെട്ട അനുഭൂതികളിൽ നിന്നും അനുഭവങ്ങളിൽ നിന്നും രൂപപ്പെട്ട് വരുന്നു. ട്രംപിന് ഈ വെടിവെപ്പ് അങ്ങനെ ഒന്നായി തോന്നുകയും അത് ക്രൈസ്തവർക്കെതിരായിട്ടുള്ള വലിയ യുദ്ധത്തിൻ്റെ ഭാഗമാണ് എന്ന് അദ്ദേഹം പ്രഖ്യാപിക്കുകയും ചെയ്തു. ഞാൻ ഈ ലോകത്ത് ക്രൈസ്തവൻ്റെ പ്രതിനിധിയാണ് എന്ന് ഡൊണാൾഡ് ട്രംപ് വിശ്വസിക്കുകയും അത് മറ്റുള്ളവരെ വിശ്വസിപ്പിക്കാൻ ശ്രമിക്കുന്നതിന് കൂടി ഭാഗമായിട്ടാണ് ഈ കൊലപാതക ശ്രമത്തെ അദ്ദേഹം ക്രൈസ്തവരെ കൊല്ലാനായിട്ടുള്ള ആത്യന്തികമായിട്ടുള്ള ഗൂഢാലോചനയുടെ ഭാഗമാണ് ആ പ്രവൃത്തിയെന്ന് ചിത്രീകരിച്ചതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിന് പിന്നിൽ വാസ്തവമില്ല. അതിൽ വാസ്തവം ഉണ്ടെന്ന് വാസ്തവമൊക്കെ ഭയങ്കര എന്താണ് റിലേറ്റീവ് അല്ലേ? വാസ്തവം എന്ന് പറയുന്നത് റിലേറ്റീവാണ്. പ്രത്യേകിച്ച് ഇത്തരം കാര്യങ്ങളിൽ ഓരോരുത്തരുമായി ബന്ധപ്പെട്ടാണ് വാസ്തവത്തിൻ്റെ പൊസിഷൻസ് നമുക്ക് നിശ്ചയിക്കാനായിട്ട് കഴിയും. ഇപ്പം ട്രംപിനെ വധിക്കാൻ ശ്രമിച്ച മൂന്നാമത്തെ അറ്റംപ്റ്റ് ആയിരുന്നു. അതെ, ട്രംപിൻ്റെ കാര്യത്തിൽ. അതേപോലെ തന്നെ നരേന്ദ്രമോദിക്കെതിരെ ഇത്തരത്തിലുള്ള പല വധശ്രമ ഇതൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പം ഇതിനൊക്കെ നമ്മളൊന്ന് റിലേറ്റ് ചെയ്ത് നോക്കുമ്പോൾ ഇവരൊക്കെ ശത്രുപക്ഷത്ത് നിർത്തുന്നത് അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ അറ്റാക്ക് ചെയ്യുന്നത് ഇസ്ലാമിസ്റ്റുകളെയാണ്, അല്ലെങ്കിൽ അവർക്കെതിരെ നിരവധിയായിട്ടുള്ള പോളിസികൾ അങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ ഇവരുടെ ഈ രണ്ട് നേതാക്കളുടെ ശത്രുപക്ഷത്ത് ഏറ്റവും കൂടുതൽ നിൽക്കുന്നത് ആരാണ്, അല്ലെങ്കിൽ ഇവരെ ആരാണ് ശത്രുക്കളാക്കി നിൽക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ ഒരു ആൾക്കാരുണ്ടല്ലോ. അവരൊക്കെ തന്നെ വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഇവരെ കൊലപാതകളായിട്ട് മാറിക്കൂടായില്ല. കൊലപാതകം നടത്തുന്നതിന് വേണ്ടിയിട്ട് ഇറാനിൽ നിന്നൊരാൾ അമേരിക്കയിൽ പോകേണ്ടതുണ്ടോ? ഇല്ല. അമേരിക്കയിൽ താമസിക്കുന്നതായിട്ടുള്ള ഇറാൻ അനുകൂലിയായ, പ്രത്യേകിച്ച് ആ മുസ്ലിം വിഭാഗത്തിലെ ഷിയ അല്ലേ, അതെ, ആ വിഭാഗത്തിൽപ്പെട്ട ആരെങ്കിലും ഒരാൾ പോലെ അയാൾ ഒരുതരം ഭ്രാന്തനായി മാറിയാൽ അയാൾക്ക് എന്ത് ചെയ്യാം, ഒരു ചാവേറിൻ്റെ സ്വഭാവം സ്വീകരിക്കാം. അങ്ങനെ അയാൾ തോക്കുമായിട്ട് നടക്കുകയാണ് ട്രംപ് പോകുന്ന ഇടങ്ങളിലെല്ലാം. അയാൾക്ക് അവസരം കിട്ടുമ്പോൾ അയാൾക്ക് എന്ത് ചെയ്യാൻ, ട്രംപിനെ വെടിവെച്ചില്ല. എത്രമാത്രം സുരക്ഷിതത്വം കൽപ്പിച്ചാൽ പോലും ആ സുരക്ഷിതത്തിൻ്റെ എല്ലാ മറകളെയും താർന്നു ഇത്തരത്തിലുള്ള ചാര സംവിധാനങ്ങൾ പ്രവർത്തിക്കാനുള്ള സാധ്യത തള്ളിക്കളയാൻ പറ്റില്ല. ഇതൊരു ക്രിസ്ത്യൻ ഇസ്ലാം വാറിലേക്കാണോ ലോകം പോകുന്നത്? ഇല്ല, അങ്ങനെ ആയിത്തീരണം എന്നാഗ്രഹിക്കുന്ന കുറേ ആളുകളുണ്ടെങ്കിലും അങ്ങനെ ആകാൻ പാടില്ല എന്നാഗ്രഹിക്കുന്ന അതിലധികം ആളുകളുണ്ട് എന്നുള്ളതാണ്. കാരണം നമുക്കിപ്പോൾ ഇവിടെ നിൽക്കുന്ന സമയത്ത് ഇന്ത്യയിൽ ആരും തമ്മിലുള്ള സംഘർഷമാണെന്ന് ചോദിച്ചാൽ ഹിന്ദുവും മതമല്ലും മുസ്ലിമും തമ്മിലുള്ള സംഘർഷം എന്ന് പറഞ്ഞ് പോവുകയാണ് ചെയ്യുന്നത്. കാരണം ക്രിസ്ത്യാനികൾക്ക് വലിയ പങ്കില്ല എന്നുള്ളതിൻ്റെ, ഒരു വലിപ്പമില്ല എന്നുള്ളതിൻ്റെ. എന്നാൽ ചില സ്ഥലങ്ങളിൽ ഈ ക്രിസ്ത്യാനികളും അതേപോലെ തന്നെ ഇസ്ലാമിസ്റ്റുകളും തമ്മിലുള്ള സംഘർഷം ഉയർന്നു വരുന്നത് നമുക്ക് കാണാം അല്ലേ? ക്രൈസ്തവ ബിഷപ്പ് ഹൗസിൽ നിന്നാണ് നമ്മൾ കേട്ടത് എന്താണ്, നാർക്കോട്ടിക് ജിഹാദ് പോലെ തന്നെ. നാർക്കോട്ടിക് ജിഹാദ് എന്ന് പറയുന്ന പ്രയോഗം അങ്ങനെ വന്നതാണ്. ലവ് ജിഹാദ് എന്ന പ്രയോഗം അങ്ങനെ വന്നതാണ്. ഇതൊക്കെ മുസ്ലിമിനെതിരെ ഉപയോഗിക്കപ്പെട്ടതാണ് ഒരു പ്രത്യേക ഘട്ടത്തിൽ. അത് തുടർന്നും സംഭവിക്കാം. അങ്ങനെ നിരന്തരം അങ്ങനെ ഇത്തരം കാര്യങ്ങൾ പ്രയോഗിക്കപ്പെടുമ്പോൾ അത് കേരളത്തിൽ പോലും ക്രിസ്ത്യാനി മുസ്ലിം സംഘർഷത്തിൻ്റെ ഒരു തുറവിയാണ്. ശരി. അപ്പോൾ മാഷ് പറയുന്നത് ആത്യന്തികമായിട്ട് ട്രംപ് കൊല്ലപ്പെടേണ്ടത് കാലത്തിൻ്റെ ആവശ്യമാണെന്നാണോ? അല്ല, അങ്ങനെ നമുക്കങ്ങനെ പ്രത്യേകിച്ച് അത്തരത്തിലുള്ള നിരീക്ഷണങ്ങൾ എത്തിച്ചേരാൻ പറ്റില്ല. പക്ഷേ കാലം ഇങ്ങനെ ഒന്ന് കാത്തുവെക്കുന്നുണ്ട് എന്ന് നമുക്ക് തോന്നാവുന്ന രീതിയിലാണ് ട്രംപിൻ്റെ സമീപനവും ട്രംപിൻ്റെ എതിരാളികളുടെ സമീപനം. ട്രംപ് എതിരാളികൾ നിർമ്മിച്ചുകൊണ്ടിരിക്കുകയാണ് ഓരോ ദിവസം. ചിലപ്പോൾ അത് ക്രൈസ്തവർ തന്നെയായിരിക്കും, ചിലപ്പോൾ അത് ഇസ്ലാമിസ്റ്റുകളായിരിക്കും എന്ന് മാത്രമേ ഉള്ളൂ. അല്ലേ? നമുക്ക് അറിയാവുന്ന വെനിസ്വലയിലെ കാര്യം നമുക്കറിയാവുന്ന, അവിടുത്തെ ഭരണാധികാരിയെയും ഭാര്യയെയും കട്ടിലടക്കം രാത്രി പൊക്കി കൊണ്ടുപോകും. അതിഷ്ടപ്പെടാത്ത ആരെങ്കിലും ഉണ്ടാകും, അവർക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ട്രംപിനോട് ശത്രുത പുലർത്താം. പക്ഷേ അത് ക്രൈസ്തവ സംവിധാനം തന്നെയാണ്. ക്രിസ്ത്യാനികൾ തന്നെ ക്രിസ്ത്യാനിക്കെതിരെ തിരിയുന്ന ഒരു പ്രതിഭാസമാണ്. ഇറാനിലേക്ക് വരുന്ന സമയത്ത് വ്യത്യാസമാണ്. കാരണം എന്താണ്, അത് ഷിയ മുസ്ലിങ്ങളുടെ കേന്ദ്രം. അപ്പോൾ അവർ ട്രംപിനെതിരെ തിരിയാം. അപ്പോൾ നമ്മൾ പറയും, നോക്കൂ, ഇത് ഷിയ ക്രൈസ്തവ സംഘർഷത്തിൻ്റെ ഭാഗമായിട്ട് രൂപപ്പെട്ട. ഇതൊക്കെ ഇങ്ങനെ സംഭവിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ, ലോകത്തിന് സമാധാനമാണ് വേണ്ടത്. ആ സമാധാന നിർമ്മിതിയിൽ തനിക്ക് വലിയ പങ്കുണ്ട് എന്ന് കരുതി ഇതിൻ്റെ സംഘർഷം കുറക്കാനായിട്ട് നേതൃത്വം വഹിക്കേണ്ട ഒരാളാണ് ട്രംപ്. അത് ചെയ്യാതെ സംഘർഷത്തേക്ക് വിലക്ക് വാങ്ങാൻ
അദ്ദേഹം ശ്രമിക്കുമ്പോൾ ഒരുപക്ഷെ അദ്ദേഹത്തിന് മരണത്തെയും വിലക്ക് വാങ്ങേണ്ടി വരും.